കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ സ്വന്തം അബ്ബാ പിതാവേ എന്ന് വിളിച്ചൊള്ളാൻ ഈശോ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആത്മീയതയുടെ അടിസ്ഥാനം അത് തന്നെ. അപ്പാ എന്ന് വിളിക്കാൻ പറ്റണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ഏത് കാര്യമായിക്കൊള്ളട്ടെ, ജീവിതത്തിന് ഏത് മേഖലയായിക്കൊള്ളട്ടെ, ഈ ഒരു ബോധ്യം ദൈവമക്കളെ ജീവിതത്തിൻ്റെ ഒരു സാന്ത്വനമല്ലേ അപ്പൻ. യോസേപ്പ് പിതാവിൻ്റെ വർഷം കൂടിയാണല്ലോ ഇത്. 2021 യോസേപ്പ് പിതാവിൻ്റെ വർഷമാണ്. ഡിസംബർ 8-ാം തീയതി വരെ പരിശുദ്ധ സഭയിൽ ഒരു അപ്പൻ, നല്ല അപ്പൻ. ദൈവമക്കളെ ഈ ഒരു അപ്പൻ്റെ കുഞ്ഞാണ് ഞാൻ. എനിക്കൊന്ന് ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യമത. ദൈവ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എൻ്റെ സഹോദരങ്ങളാ വിശുദ്ധരൊക്കെ. പരിശുദ്ധമ്മ എൻ്റെ അമ്മയാണ്. ദൈവമക്കളെ ഈ ഒരു ആത്മീയ അവബോധത്തിൽ ആത്മീയ കുടുംബജീവിതം, നമുക്കൊരു ആത്മീയ കുടുംബജീവിതം വേണ്ടേ? ഇതിനപ്പുറത്ത്, നമ്മൾ ഈ കാണുന്നതിനപ്പുറത്ത് നമുക്ക് കുറച്ച് ബന്ധങ്ങളൊക്കെ വേണ്ടേ? നമ്മളെ സഹായിക്കാത്ത ബന്ധങ്ങൾ കൊണ്ട് നമുക്ക് എന്താ ഗുണമുള്ളേ? നമുക്ക് മഹത്വം തരാത്ത ബന്ധങ്ങൾ നമ്മൾ എന്തിനു ഉപകരിക്കും? നമ്മളുടെ സഹായകമാകാത്ത ബന്ധങ്ങൾ നമുക്ക് എന്തിനാ? നമ്മളെ തകർക്കുന്ന ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കണമെന്നുണ്ടോ? പാടില്ല. നമ്മളെ വളർത്തുന്ന, നമുക്ക് അഭിഷേകം നൽകുന്ന, നമുക്ക് അനുഗ്രഹം നൽകുന്ന, നമുക്ക് കരുത്ത് നൽകുന്ന ബന്ധങ്ങളാണ്. ജീവിതത്തിലെ ബന്ധങ്ങളിലേക്കൊന്ന് ചിന്തിച്ചേ ദൈവമക്കളെ. ഏറ്റവും വലിയ ബന്ധം ഈ അപ്പനോടുള്ള ബന്ധം. സുവിശേഷം വായിക്കുമ്പോൾ, അടുത്ത കാലത്തായിട്ട് ഈ സുവിശേഷം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ തെളിഞ്ഞു വരുന്ന, പാല് കടയുമ്പോൾ പാല് കടഞ്ഞ് നെയ്യ് പൊങ്ങുന്നു എന്ന് പറയുന്നവർ വെണ്ണ പോരുന്നു എന്ന് പറയുന്നത് പോലെ ഈ സുവിശേഷം കടഞ്ഞു വെണ്ണ പൊങ്ങി വന്നത് ഇപ്പോഴിതാ അപ്പൻ. ഈശോയുടെ സുവിശേഷമാണെന്ന എപ്പോഴും വിചാരിച്ചിരുന്നത്. ഈശോയെ പറ്റിയ സുവിശേഷം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ സുവിശേഷം കടഞ്ഞു വന്നപ്പോൾ അപ്പനെന്ന വെണ്ണയാണ് പൊങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവാണ് എന്നാ വിചാരിച്ചിരുന്നത്. പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പം അവസാനം തെളിഞ്ഞു വരുന്നത് അപ്പനെന്ന വെണ്ണയാണ്. കാരണം അപ്പൻ്റെ ആ സ്നേഹം, അപ്പൻ്റെ ആ കാരുണ്യം, അപ്പൻ്റെ ആ മാധുര്യം, പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും ഒക്കെ നമുക്ക് തരുന്നത് ഈ അപ്പൻ്റെ കാരുണ്യമാണ്, അപ്പൻ്റെ സ്നേഹമാണ്, അപ്പൻ്റെ തേനാണ് നമുക്ക് തരുന്നത്. ഈ ഒരു ബോധ്യം, ഈ ഒരു ആത്മവിശ്വാസം, ഈ ഒരു ധൈര്യം നമുക്കുണ്ട്. എൻ്റെ അപ്പനുണ്ട് സ്വന്തത്തിൽ. എൻ്റെ അപ്പൻ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ. നമ്മൾ പ്രാർത്ഥന ശക്തിയെ പറ്റി മലയിലെ പ്രസംഗം 7-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. കാരണം അപ്പൻ്റെ കയ്യിൽ ഉണ്ടത്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും. നിങ്ങൾ അപ്പൻ്റെ അടുത്ത് അന്വേഷിച്ച് ചെന്നാൽ അത് നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ അപ്പൻ്റെ അടുത്ത് മുട്ടിക്കൊണ്ട് നിന്നാൽ അപ്പന് വാതിൽ തുറന്നു തരാൻ പറ്റും. നമ്മൾ എന്തൊരു കോൺഫിഡൻസ് ആയത്. നമ്മൾ പലപ്പോഴും ഇതിനെ ലിറ്ററലായിട്ട് വ്യാഖ്യാനിക്കില്ല. ലിറ്ററലായിട്ട് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ നിനക്ക് അങ്ങനത്തെ അവസ്ഥ. ലിറ്ററലായിട്ട് വ്യാഖ്യാനിക്കുന്നവന് അതിൻ്റെ അഭിഷേകം. നീ ചോദിച്ചാൽ നിനക്ക് കിട്ടും എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ചോദ്യത്തിന് വ്യത്യാസം ഉണ്ടാവും. നീ കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന, വെറുതെ ചോദിക്കുന്നൊരു ചോദ്യമല്ല. ദൈവമക്കളെ, ജീവിതത്തിൽ ഈ ഒരു ബലത്തോടെ ഈശോ തമ്പുരാൻ പറഞ്ഞതാ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും. വീണ്ടും പറയും, ആവർത്തിക്കുക. ദൈവമക്കളെ, ഈ ഒരു ബോധ്യത്തോടെ ജീവിച്ച് പ്രാർത്ഥനകൾക്ക് ഈ ഒരു അടിസ്ഥാന കല്ലുണ്ടാവട്ടെ. ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന കല്ല്. നീ മോനായി നിന്ന് നിന്റെ അപ്പന്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ ചോദിക്കുന്നതിൽ മോന് കിട്ടേണ്ടത് അപ്പൻ തന്നിരിക്കും. വീണ്ടും പറയുന്നു, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ? മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടനായ നിങ്ങൾക്കറിയുമെങ്കിൽ ഒരുപാട് തെറ്റും ഒരുപാട് വീഴ്ചയും ഒരുപാട് സ്വാർത്ഥതയും ഒക്കെ ഉള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ദ ബെസ്റ്റ്, വി സെർവ് ദ ബെസ്റ്റ്. Then what about your heavenly father? സാധാരണക്കാരായ വെറും മനുഷ്യരായ, പച്ചയായ മനുഷ്യരായ, തെറ്റു ചെയ്യുന്ന മനുഷ്യരായ, ദുഷ്ടരായ നമ്മള്, സ്വാർത്ഥതയുള്ള നമ്മള് നല്ലത് കൊടുക്കുന്നെങ്കിൽ സിമ്പിൾ ലോജിക്കല്ലേ അത്? ഈ അപ്പൻ ദൈവമക്കളെ അവന്റെ തീരത്തിൽ കാത്തിരുന്നു. അവൻ വരും, നിനക്കുള്ള ഭക്ഷണവുമായി, നിനക്കുള്ള പൊതിയുമായി നിന്റെ ദൈവം വരും. നീ കാത്തിരിക്കുക. ബൈബിളിലൊക്കെ കാണുന്ന അത്ഭുതമല്ലേ? ദാനിയേലിന്റെ അടുക്കിലേക്ക്
ജെറമ്യായല്ലേ കൊണ്ടുവന്നത്? ബാബിലോണിലെ പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ലേ? നമ്മൾ പ്രവാചകനെ കൊണ്ടുവന്നതിനെ കൂട്ടും, പ്രവാചകനെ കൊണ്ടുവന്ന് നിങ്ങളെ കൊണ്ട് ഭക്ഷിപ്പിക്കും. തിരുവചനം പറയുക, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ലൂക്കാസ് സുവിശേഷം ചേർത്ത് വെക്കുന്ന മറ്റൊരു വാക്യം ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകും. ഗ്ലോറി, ഹല്ലേലൂയ. ഇതിന് വലിയൊരു മഹത്വമുണ്ട്. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നവർക്കൊക്കെ പരിശുദ്ധാത്മാവ്. നമുക്ക് പിടികിട്ടേണ്ട ഒരു രഹസ്യം അതല്ലേ? പിതാവിനോട് ചോദിക്കുന്ന ഒറ്റ കാര്യം, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്. പുത്രൻ തമ്പുരാൻ അയക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുമ്പോൾ നീ നിൽക്കുന്ന ഇടം അനുഗ്രഹിക്കപ്പെടും. പൈതലേ, നീ കൈനീട്ടി ഒരു കൃഷി ചെയ്ത, നീ കൈനീട്ടി ഒരു കാര്യം ചെയ്ത, നീ ഉള്ളിരിക്കുക ഒരു കാര്യം പ്രാർത്ഥിച്ച, നീ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിച്ചാൽ എത്ര അധികമായിട്ട് അവിടെ നിന്ന് നൽകും. അവസാനം ഒരു കൊച്ചു വാക്യം കൂടി ചേർക്കുക, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ദൈവമക്കളെ, ഈ ദിവസം ദൈവത്തിന്റെ പരി നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കൊടുക്കണം. മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആദരവാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ടത്. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹമാണ് നിങ്ങൾക്ക് കൊടുക്കാതെ തിരിച്ചു കിട്ടില്ല. മക്കളെ, ഇതുപോലെ ദൈവത്തിന് ഇത്രയധികം നീ സ്നേഹിക്കുമ്പോൾ ദൈവത്തിന് ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നീ കൊടുക്കണം ദൈവത്തിന്. എന്താ നീ ചോദിക്കേണ്ടത്? നീ ദൈവത്തെ ചോദിക്ക. അതുവിധം ചോദിക്കാതെ നീ ദൈവത്തെ ചോദിക്ക. പണ്ടെന്നോ ആരോ ഒരു കഥ പറഞ്ഞു കേട്ടതുപോലെ രാജാവ് ചോദിച്ചു, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. അവസാനം ഒരു കൊച്ചി എന്ന് രാജാവിന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് രാജാവിനെ മതി. ബാക്കി എല്ലാവരും രാജ്യവും സമ്പത്തും തേടിപ്പോയപ്പം ഈ കൊച്ചു കുഞ്ഞിലെ പരിശുദ്ധാത്മാവ് അവനെ കൊണ്ടുപോയി രാജാവിന്റെ കൈക്ക് പിടിച്ചു. രാജാവിന്റെ കൈക്ക് പിടിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? സ്വർഗീയ രാജാവിന്റെ കൈക്ക് പിടിച്ച് ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അപ്പനെ ചോദിക്കും, ദൈവത്തെ ചോദിക്കും, പരിശുദ്ധാത്മാവിനെ ചോദിക്കും, അന്വേഷിക്കുവിൻ. ദൈവത്തെ അന്വേഷിക്കും. മക്കളെ, വല്ലാതെ ഇരുട്ടിലിരിക്കുന്നെങ്കിൽ, വല്ലാതെ ദുഃഖത്തിലിരിക്കുന്നെങ്കിൽ, വല്ലാതെ നിരാശയിലിരിക്കുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുക. കർത്താവിന് വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കുക. നിരന്തരം നോക്ക് 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 മുട്ടിക്കൊണ്ടിരിക്കും. തുറന്നു കിട്ടും. അവന്റെ ഹൃദയം തുറക്കും. അതിലെ ചങ്കുമുട്ടി നിൽക്കുന്ന കർത്താവിനെ കാണുമ്പോൾ ഓർക്കണം, അവൻ നിന്റെ മുട്ട് കേട്ട് അവൻ തുറന്ന. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ആത്മീയതയുടെ ഒരു പുതിയ ആവേശം, ഒരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ദൈവപിതാവിന്റെ മുഖം കണ്ടുകൊണ്ട് ഈശോ തമ്പുരാൻ നിരന്തരം പ്രാർത്ഥിച്ചതുപോലെ ദൈവപിതാവിന്റെ മുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ, ദൈവത്തിന് വേണ്ടി ചോദിക്കാൻ, ദൈവത്തിന് വേണ്ടി തേടാൻ, ദൈവത്തിന് വേണ്ടി മുട്ടുവാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുവാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി തേടുവാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി മുട്ടുവാൻ നിന്റെ ഈ മക്കൾക്ക് വരം നൽകണമേ. ദൈവമേ, രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരീക്ഷകളിലോ ഇന്റർവ്യൂകളിലോ പങ്കെടുക്കുന്നവര്, പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവര്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കള്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ മക്കള്, അടച്ചുപൂട്ടപ്പെട്ട അവസ്ഥകളിലായിരിക്കുന്നവര്, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവര്, പ്രതിസന്ധികളായിരിക്കുന്നവര്, കടക്കണികളിലായിരിക്കുന്നവര്, തകർന്ന കുടുംബ ബന്ധങ്ങളിലായിരിക്കുന്നവര്, കടുത്ത നിരാശ കടിപ്പെട്ടവര്, ഓ കർത്താവായ ദൈവമേ, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിജയം തരുന്ന യോദ്ധാവേ, സൗഖ്യം നൽകുന്ന കർത്താവേ, വിടുതൽ നൽകുന്ന രാജാവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളെ അങ്ങ് സ്വന്തമാക്കണമേ. അങ്ങ് ഞങ്ങളുടെ ദൈവമായിരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ.